മലപ്പുറത്തെ നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന 20 പേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി നെഗറ്റീവാണ് എന്നുള്ള ആശ്വാസകരമായ വാർത്ത വരുന്നുണ്ട്. 267 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. എംപോക്സ് സ്ഥിരീകരിച്ച സംഭവത്തിൽ 27 പേരും നിരീക്ഷണത്തിലുണ്ട്. ഇതിന്റെ വിവരങ്ങളുമായി സ്വാലിഹാണ് ചേരുന്നത്. സ്വാലിഹ്, ഗുഡ് മോർണിംഗ്. ആശ്വാസകരമായ വാർത്തയാണ്. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ടുള്ള ഫലങ്ങളൊക്കെയും അതിൻ്റെ സ്രവ പരിശോധന നടത്തിയിരുന്നു, നെഗറ്റീവാണ്. അതിനൊപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇവർക്കില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം എംപോക്സും സ്ഥിരീകരിച്ച സംഭവത്തിൽ 27 പേര് നിരീക്ഷണത്തിലാണ്. ഈ രോഗങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ എന്താണ് ആരോഗ്യവകുപ്പ് പറയുന്നത്? നിരീക്ഷണങ്ങളൊക്കെ ഏത് രീതിയിലാണ് ശക്തമാക്കിയിരിക്കുന്നത്? പ്രിയ, നിപ്പ ബാധയുമായി ബന്ധപ്പെട്ട ഇതുവരെ 57 പേരുടെ സ്രവ പരിശോധന പൂർത്തിയായി. ഇതിൽ ആരോഗ്യ പ്രവർത്തകരും ഒപ്പം തന്നെ ഈ മരിച്ച യുവാവുമായി വളരെ അടുത്ത് ഇടപഴകിയവരുമാണ്. അവരുടെ എല്ലാം തന്നെ നെഗറ്റീവാണ്. അതുകൊണ്ട് ഇനി ഇക്കാര്യത്തിൽ ഒരു വലിയൊരു ആശങ്കയുടെ സാഹചര്യം ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. അതേസമയം 267 പേർ നിലവിൽ ഈ സമ്പർക്ക പട്ടികയിലുണ്ട്. ഇതിൽ തന്നെ 10 പേർക്ക് പനി ഉള്ളവരാണ്. അവരുടെ പരിശോധനാ ഫലം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പനി സർവേ ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ, അതായത് തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡുമാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മേഖലയിൽ എല്ലാ വീടുകളിലും സർവേ നടത്തി വരികയാണ്. ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആശങ്കയുടെ ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എംപോക്സ് സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട 27 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇത് വിമാനത്തിൽ യാത്ര ചെയ്തവർ ഉൾപ്പെടെയാണ്. ഇവർക്കാർക്കും തന്നെ നിലവിൽ രോഗലക്ഷണങ്ങളൊന്നുമില്ല. എംപോക്സ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ആളുടെ ആരോഗ്യനിലയും തൃപ്തികരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത് വളരെ വേഗത്തിൽ പകരുന്ന, നിപ്പ പോലെ പകരുന്ന ഒരു അസുഖമല്ലാത്തതിനാൽ കൂടുതൽ നടപടികളൊന്നും, പ്രോട്ടോകോളുകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര തലത്തിൽ തന്നെ നിലവിലില്ല. ഈ നിരീക്ഷണത്തിലുള്ള ആളുകളോട് സ്വയം നിരീക്ഷണം നടത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ശരീരത്തിൽ വല്ല തടിപ്പോ മറ്റോ ഒക്കെ കണ്ടാൽ അറിയിക്കണമെന്ന ഒരു നിർദ്ദേശം ഇവരോട് നൽകിയിട്ടുണ്ട്. ഇവരെല്ലാം സ്വന്തം വീടുകളിൽ തന്നെയാണ് നിരീക്ഷണത്തിലുള്ളത്. നിപ്പയുമായി ബന്ധപ്പെട്ടാണ് ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എല്ലാം അവധി ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ പേർ ഒത്തുചേർന്നുള്ള പരിപാടികൾക്കെല്ലാം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും നിലവിൽ ഇത് രണ്ടാമതൊരാൾക്ക് പകരാനുള്ള സാധ്യത ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. പ്രിയ, സ്വാലിഹ, ഇപ്പോൾ ഏറെ പ്രധാനപ്പെട്ട കാര്യം ആശങ്കപ്പെടേണ്ട സ്ഥിതി ഇല്ല എന്ന് തന്നെയല്ലേ? ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ജനങ്ങൾ ഈ ഒരു വിഷയം വരുമ്പോൾ പരിഭ്രാന്തരാകും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അത് സംബന്ധിച്ച ആശങ്ക ഉണ്ടാകും. ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? രോഗം വരാതിരിക്കാനും ഒപ്പം തന്നെ അതിനെ തടയാനുമുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഉള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നും ഉണ്ടല്ലോ. എന്താണ് ആരോഗ്യവകുപ്പ് പറയുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ ഇത് സംബന്ധിച്ച്? പ്രിയ, കഴിഞ്ഞ 2 മാസം മുമ്പ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചതിന്റെ ഏതാണ്ട് അടുത്ത് 2 കിലോമീറ്റർ മാറി സമാന രീതിയിൽ നിപ്പ ബാധയുണ്ടായി. 14കാരൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളെ കുറിച്ചെല്ലാം നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി മറ്റു ഇതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളൊന്നും ആളുകളുടെ ഭാഗത്തു നിന്ന് പൊതുവെ ഇല്ല. ആരോഗ്യവകുപ്പിന് വളരെ എളുപ്പത്തിൽ തന്നെ ഈ സർവേയും മറ്റുമെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ രോഗത്തിന്റെ ഉറവിടം ഈ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ച ഒരു പഴത്തിൽ നിന്നാണ്, മരത്തിൽ നിന്ന് കഴിച്ച ഒരു പഴത്തിൽ നിന്നാണ് എന്ന് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഈ മരത്തിൽ പക്ഷെ വവ്വാലിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നിപ്പ വൈറസിന്റെ സാന്നിധ്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല, ഈ മരത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും ഇവിടെ നിന്നാണ് ഈ രോഗം ബാധിച്ചത് എന്നാണ് ആരോഗ്യവകുപ്പ് കരുതുന്നത്. അതുകൊണ്ട് വേണ്ട മുൻകരുതലുകളെല്ലാം ഈ പ്രദേശത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നൽകിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ള 10 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഈ രോഗിയുമായി വളരെ അടുത്ത് ഇടപഴകിയ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ചികിത്സിച്ച ഡോക്ടർമാർ, 4 ആശുപത്രികളിലാണ് ചികിത്സ തേടിയത്.
അവിടെയുള്ള ഡോക്ടർമാരുൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർ ഇവരുടെ എല്ലാം പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു ആശങ്ക ഈ വിഷയത്തിൽ വേണ്ട എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ശരി സ്വാലിക്, എന്തായാലും മലപ്പുറത്ത് നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന 20 പേരുടെ സ്രവ പരിശോധന ഫലം നെഗറ്റീവാണ്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നിരീക്ഷണം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. വേണ്ട രീതിയിലുള്ള മുൻകരുതൽ നടപടികൾ ആരോഗ്യവകുപ്പ് പറയുന്ന രീതിയിൽ തന്നെ പാലിക്കുക, എടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ തന്നെ ജനങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സ്വാലിക് പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഉൾക്കൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് അവർ മുൻപോട്ട് പോകുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു.